10 പേരെ കടത്തുക, വെറുതെ ടച്ച് ചെയ്തിട്ട് പോകുക. 3000 രൂപ അന്ന് ഫീസ്. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ബോസ്കോ മീരാൻ സാർ പോകുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ വൈഫിന് വലിയൊരു മുഴയാണ് എമർജൻസി സർജറി പറഞ്ഞ കേസായിട്ട് പോയിട്ട് പറ്റിക്കപ്പെട്ടു എന്ന് ഓർത്ത് തിരിച്ചു പോരുമ്പോ വൈഫ് പറഞ്ഞു, അങ്ങോട്ട് പോയ പോലെയല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് പോയപ്പോ എനിക്ക് യാത്രയുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് മലയൊക്കെ കയറിയിട്ടാ പോവുക. എന്താ സ്ഥലത്തിന്റെ പേര്? കമ്പം ഇരിക്കുന്നത് കമ്പം തേനി. ആ ഭാഗത്തുനിന്ന് ചെന്നൈയിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മലയൊക്കെ കയറിയാ പോവാ. തിരിച്ചു പോയപ്പോ യാത്രയുടേതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഒറ്റ ടച്ച് കൊണ്ട് തന്നെ അവരുടെ മുഴ പോയി എന്നുള്ളതാണ്. ആ ഒറ്റ കാരണത്താലാണ് കമ്പത്ത് അത്രയും വലിയൊരു അക്കാദമി വന്നത്. എനിക്ക് എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ ചില അനുഭവങ്ങളാണ് ഇന്ന് ക്യാൻസറിന്, ബ്രെയിൻ ട്യൂമറിന്, എന്റെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു പോയി ബ്രെയിൻ ട്യൂമറായിട്ട്. അതിൽ നിന്ന് കിട്ടിയ ചില അനുഭവങ്ങളാണ് ഇന്ന് ഒത്തിരി ബ്രെയിൻ ട്യൂമറുകൾ. ഈ അടുത്ത് കണ്ണൂരിൽ നിന്ന് ഒരു ബ്രെയിൻ ട്യൂമർ വന്നു. 2 പ്രാവശ്യം സർജറി ചെയ്തു. ഒരു ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും പ്രശ്നമായപ്പോൾ ചെന്ന്